വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് പ്രിയങ്ക. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണ വീഡിയോ കണ്ണങ്കായയുടെ പൊടി കൊണ്ടുള്ള ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. ഉണ്ണിവാവുകൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഈ ഉണ്ണിയപ്പം. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഭയങ്കര സോഫ്റ്റാണ് ഈ ഉണ്ണിയപ്പം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 പാളയംകുടം പഴമാണ് എടുത്തേക്കുന്നത്. വളരെ ചെറിയ 2 എണ്ണം. അപ്പോൾ വലിയതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. റോബസ്റ്റ് പഴം ആണ് ഉപയോഗിക്കണമെങ്കിൽ ഒരു പകുതി എടുക്കുക. ഇതൊരു മിക്സിയിൽ നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കുക, മാറ്റി വയ്ക്കുക. ഇനി ഒരു പാത്രത്തിലോട്ട് 1/2 കപ്പ് കണ്ണങ്കായ ഉണക്കി പൊടിച്ച പൊടി ചേർക്കുക, ഒരു നുള്ളുപ്പ് ചേർക്കുക, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്. ശർക്കരപ്പാനി ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ശർക്കരപ്പാനി ചേർക്കാം. ഇനി നന്നായിട്ട് യോജിപ്പിക്കുക. ഇതിലോട്ട് നമ്മുടെ പേസ്റ്റ് പോലെ ആക്കി വെച്ചേക്കണം പഴം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഞരടി യോജിപ്പിക്കുക. ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഈ മാവ് നല്ല മയപ്പെടുത്തി എടുക്കുക. മാവ് നന്നായിട്ട് മൃദുലമാക്കി എടുക്കുക. നമ്മൾ സ്പൂൺ കൊണ്ട് ഇതിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ അതിന്മേന്ന് ഇങ്ങനെ കട്ട പോലെ വിട്ട് താഴേക്ക് വീഴണം. അതാണ് ഇതിൻ്റെ പരുവം. ലൂസാവാൻ വേണ്ടിയിട്ടും പാടില്ല, തിക്കാവാൻ വേണ്ടിയിട്ടും പാടില്ല. ഇനി ഇതൊരു 1/2 മണിക്കൂർ അടച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ സമയം നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അത് ചൂടാക്കാം. അതിലോട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ കുഴിയുടെ കുറച്ച് മേലെ കുഴിയുടെ നിൽക്കുന്ന രീതിയിൽ വേണം ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാവ് ഒഴിച്ച് കഴിയുമ്പോൾ അതവിടെ നിറഞ്ഞ് തൂവി പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി എണ്ണ ചൂടാവുമ്പോൾ ഒരു സൈഡിൽ നിന്ന് നമുക്ക് കുഴിയിലോട്ട് ഈ മാവ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അങ്ങോട്ടേക്കും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഗോൾഡൻ ബ്രൗൺ ആവണ വരെ അങ്ങോട്ടേക്കും തിരിച്ച് മറിച്ചും കൊടുക്കുക. ചിലത് തന്നെ ടേണായിട്ട് വരും. ഇനി ഇത് വേഗം തന്നെ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും പാടില്ല കേട്ടോ. ഇനി അത് വേഗം തന്നെ ആ ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. മാവ് ഒഴിക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂട് വേണം. അതുമാത്രമല്ല ഉണ്ണിയപ്പം അതിന് ശേഷം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടാനും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് കരിയിച്ച് കളയാൻ വേണ്ടിയിട്ട് പാടില്ല. ഞാനിപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയാണ് ഉപയോഗിച്ചേക്കുന്നത്. ശർക്കരപ്പാനി ചേർക്കണവർക്ക് അത് ചേർക്കാം. അപ്പോൾ ശർക്കരയുടെ അളവ് ഒരിക്കലും കൂടി പോകാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. നോൺ സ്റ്റിക്ക് പാനിലെല്ലാം നിങ്ങൾ തയ്യാറാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞുവല്ലോ ഇതിന് മുമ്പത്തെ ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോയിൽ മുട്ട നമ്മളൊന്ന് പൊരിച്ചെടുത്താൽ മതി ഉണ്ണിയപ്പം ഉണ്ടാക്കണേക്കാളും മുമ്പായിട്ട്. ഉണ്ണിയപ്പത്തിൻ്റെ ഈ മാവിലോട്ട് ഉണക്കമുന്തിരി, എള്ള്, തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തത്, തേങ്ങ ചുരണ്ടിയത്, കാഷ്യൂ നട്ട്സൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച്. ഞാനിത് ഒരു ബേസിക് ആയിട്ടുള്ള റെസിപ്പിയാണ് കാണിച്ചു കൊടുത്തേക്കുന്നത്. മാത്രമല്ല എൻ്റെ കുട്ടികൾക്ക് ഉണ്ണിയപ്പത്തിൽ അങ്ങനെ കടിക്കുന്നതൊന്നും അത്രയ്ക്കും താല്പര്യമില്ല. ഇനി മുതിർന്നവർക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാക്കൊത്തും പിന്നെ ഉണക്കമുന്തിരിയും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കാം. ഒരു ദിവസം ഇത് കേടാവാതെ പുറത്തിരിക്കും. 2ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഒത്തിരി ടേസ്റ്റൊക്കെ ഇത്തിരി ആ ഫ്രഷ്നെസ് ഇത്തിരി കുറഞ്ഞു പോവും. അപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് വെച്ചോളൂ. പിന്നെ ആവശ്യാനുസരണം ചീഞ്ചട്ടിയിൽ ഒന്ന് ചൂടാക്കിയെടുത്ത് നമുക്ക് കഴിക്കാം. ഇത് മിക്കതും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ തിന്ന് തീർക്കും. ഇത് ഒരു ദിവസമൊന്നും പോയിട്ട് 1 മണിക്കൂർ തന്നെ ഇരിക്കുമെന്ന് സംശയമാണ്. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഒപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ വ്യൂവേഴ്സും
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.